വള്ളത്തോൾ നാരായണ മേനോൻ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. മലയാള കവിയും കേരള കലാമണ്ഡലം സ്ഥാപകനുമായ വള്ളത്തോൾ നാരായണ മേനോൻ 1878 ഒക്ടോബർ 16 തിരൂരിൽ ജനിച്ചു. വള്ളത്തോൾ നാരായണ മേനോൻ ആധുനിക മലയാള കവിത്രയം എന്ന് അറിയപ്പെടുന്ന ത്രിമൂർത്തികളിൽ ഒരാളാണ്. 12-ാം വയസ്സ് മുതൽ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങി. 1913 ചിത്രയോഗം എന്ന മഹാകാവ്യത്തിൻ്റെ പ്രസിദ്ധീകരണത്തിന് ശേഷം മഹാകവി എന്ന ബഹുമതി അദ്ദേഹം കരസ്ഥമാക്കി. വാൽമീകിയുടെ രാമായണത്തിൻ്റെ മലയാള ആവർത്തനമായിരുന്നു വള്ളത്തോളിൻ്റെ പ്രധാന സാഹിത്യ സംരംഭങ്ങൾ. വള്ളത്തോളിനെ കേരള വാൽമീകിയായി വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. കോഴിപ്പറമ്പിൽ കുട്ടിപ്പാറു അമ്മയും കടുങ്ങോട്ട് മല്ലശ്ശേരി ദാമോദരനുമാണ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ. പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചില്ലെങ്കിലും സംസ്കൃതത്തിൽ അദ്ദേഹം വാരിയംപറമ്പിൽ കുഞ്ഞൻ നായരുടെ കീഴിലും സ്വന്തം അമ്മാവൻ്റെ കീഴിലും പ്രാവീണ്യം നേടിയിരുന്നു. പിന്നീട് അമ്മാവനായ രാമനുണ്ണി മേനോനെ വൈദ്യപരിശീലനത്തിനും അധ്യാപനത്തിനും സഹായിക്കാനും തുടങ്ങി. അതിനുശേഷം ഒരു വർഷം കൈക്കുളങ്ങര രാമവാര്യരുടെ കീഴിൽ തർക്കശാസ്ത്ര പരിശീലനം നേടി. 1901 മാധവി അമ്മയെ വിവാഹം കഴിച്ചതിനു ശേഷം അദ്ദേഹം തൃശ്ശൂരിലേക്ക് താമസം മാറി. 1905 മുതൽ 1910 വരെ തൃശ്ശൂരിലെ കൽപ്പമുദ്രം പ്രസ്സിൽ മാനേജറായി ജോലി ചെയ്തു. പിന്നീട് കേരളോദയം എന്ന പത്രത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. 1913 മഹാകാവ്യ ചിത്രയോഗത്തിൻ്റെ പ്രത്യേകത കണക്കാക്കി മഹാകവി എന്ന പദവി അദ്ദേഹം നേടിയെടുത്തത്. ഒരു പരമ്പരാഗത മഹാകാവ്യത്തിൻ്റെ എല്ലാ തത്വങ്ങളും അനുസൃതമാണ് 18 സർഗങ്ങളിലായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ചിത്രയോഗം. 1922 1927 കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിലെ പരമ്പരാഗത നൃത്തരൂപമായ കഥകളിയെ പുനർജനിപ്പിച്ചതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. 1954 ഇന്ത്യയുടെ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ അദ്ദേഹത്തിന് ലഭിച്ചു. 1958 മാർച്ച് 13 അദ്ദേഹത്തിൻ്റെ 79-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രധാന കവിതകൾ: ഭൂമിയിൽ സാധാരണക്കാരുടെ ജീവിതത്തിന് പുറമെ ജാതി വ്യവസ്ഥയോടുള്ള അനാദരവും പാവപ്പെട്ടവർ അനുഭവിക്കുന്ന അനീതികളും വള്ളത്തോൾ എഴുത്തുകളിലൂടെ ചൂണ്ടിക്കാട്ടിയിരുന്നു. പൊതുവായ വിഷയങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ഉൾപ്പെട്ടിരുന്നത്. ദേശീയ ഭാഷയിലെ ഏറ്റവും വലിയ ദേശീയ കവിയായും വള്ളത്തോളിനെ കണക്കാക്കപ്പെടുന്നു. കുമാരനാശാനോടൊപ്പം 1920കളിൽ മലയാള കവിതയിൽ വിപ്ലവകരമായ മാറ്റമാണ് വള്ളത്തോൾ കൊണ്ടുവന്നത്. കവി സർവഭൗമാൻ എന്ന പദവി കൊച്ചി രാജാവിൽ നിന്നും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. കിരാത ശതകം, വ്യാസാവതാരം, ഗണപതി, ചിത്രയോഗം, സാഹിത്യമഞ്ജരി, കാവ്യാമൃതം, എൻ്റെ ഗുരുനാഥൻ, ശിഷ്യനും മകനും, അച്ഛനും മക്കളും, എൻ്റെ ഗുരുകുലം, ബദിരവിലാപം എന്നിവയാണ് പ്രധാന കവിതകൾ. ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ വാഴ്ത്തിക്കൊണ്ട് അദ്ദേഹം നിരവധി കവിതകളും എഴുതിയിട്ടുണ്ട്. താങ്ക് യു.